കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിൽ വ്യാപാരി ജീവനൊടുക്കി. മുസ്തഫ എന്നയാളെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. 6 ലക്ഷം രൂപ കടം വാങ്ങിയതിന് 40 ലക്ഷത്തോളം രൂപ മുസ്തഫയിൽ നിന്ന് കൊള്ളപ്പലിശക്കാർ വാങ്ങിയെടുത്തെന്നാണ് ആക്ഷേപം. മുസ്തഫയുടെ സ്ഥലവും കൊള്ളപ്പലിശക്കാർ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങി. 20 ലക്ഷം രൂപയുടെ സ്ഥലം എഴുതി വാങ്ങിയത് 5 ലക്ഷം രൂപയുടെ മതിപ്പ് കാട്ടിയായിരുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടും കൊള്ളപ്പലിശക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. പലിശക്കാരിൽ നിന്ന് കടുത്ത ഭീഷണി നേരിട്ടിരുന്നതായി മുസ്തഫയുടെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നുണ്ട്. കച്ചവട സ്ഥാപനത്തിൽ കയറി പലിശക്കാർ പണം പലവട്ടം എടുത്തുകൊണ്ടുപോയി. പലിശ തുക കുറഞ്ഞതിന് ഭാര്യയ്ക്കും മകനും മുന്നിലിട്ട് മർദ്ദിച്ചു. വാടക വീട്ടിലെത്തിയും നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായി മുസ്തഫയുടെ മകൻ ഷിയാസും അനുജൻ ഹക്കീമും പറയുന്നുണ്ട്. 20% മാസപ്പലിശയ്ക്കാണ് പണം നൽകിയത്. വാങ്ങിയ പണത്തിന്റെ 4 ഇരട്ടിയിലധികം പണം തിരികെ നൽകിയിട്ടും ഭീഷണി തുടർന്നുവെന്നും കുടുംബം വ്യക്തമാക്കി. മുസ്തഫ നേരിട്ടത് കടുത്ത ഭീഷണിയാണെന്നും കടയിൽ നിന്നും പണം ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി എടുത്തുകൊണ്ടു പോയതായും മുസ്തഫയുടെ മകൻ പറഞ്ഞു. ഒരു ദിവസം 8000 രൂപ പലിശ മാത്രം കൊടുക്കണം. അതിൽ 6000 രൂപ കൊടുത്തു. 2000 രൂപ കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഭാര്യയുടെയും മകന്റെയും മുന്നിലിട്ട് അസഭ്യം പറഞ്ഞു മർദ്ദിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലും ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചതായും സഹോദരൻ ഹക്കീം വെളിപ്പെടുത്തി. പ്രഹ്ലേഷ്, വിവേക് എന്നീ 2 പലിശക്കാർക്കെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം.